ജനമേ ഞാൻ പോകുന്നു. എന്തായിരുന്നു വയനാട്ടിലെ ദുരന്തം? ഈ ഭീകരമായ ഉരുൾപൊട്ടലിനെ കുറിച്ച് ലോകത്തെ അറിയിച്ച നീതു, ഫോണിൽ ആദ്യം ഈ വാർത്ത പുറംലോകം അറിയുന്നത് നീതു എന്ന പെൺകുട്ടിയുടെ വോയിസ് ക്ലിപ്പ് വഴിയാണ്. ആ പെൺകുട്ടിയുടെ വോയിസ് ക്ലിപ്പ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ വൈറലായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ഇന്നലെ ഞാൻ ഷെയർ ചെയ്തിട്ടുമുണ്ടായിരുന്നു. അതിൽ നീതു ആരാണെന്നും ആരെയാണ് വിളിച്ചത് എന്നൊന്നും അതിനെക്കുറിച്ചിട്ടൊന്നും വലിയ അറിവില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നീതുവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മിംസ് ഹോസ്പിറ്റലിലെ ജീവനക്കാരിയായിരുന്നു നീതു. തൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരനെയാണ് നീതു ഫോണിൽ വിളിച്ചത്. നീതു ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞത് ഞങ്ങളുടെ വീട്ടിൽ വെള്ളം കയറുന്നു, ഉരുൾപൊട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏകദേശം 5 മിനിറ്റോളം ആ വോയിസ് ക്ലിപ്പ് ഉണ്ടായിരുന്നു. നൊമ്പരമുണർത്തുന്ന ഒരു വോയിസ് ക്ലിപ്പ് തന്നെയായിരുന്നു അത്. ഇത് കേട്ടാൽ ഏതൊരാളുടെയും കണ്ണുകൾ നിറഞ്ഞു പോകും. മനസ്സിൽ തട്ടുന്ന സംഭാഷണമാണ് ഇവിടെ കേൾക്കാനായിട്ട് സാധിക്കുന്നത്. നീതു വന്നിട്ട് ആ ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫായിരുന്നു. അതുപോലെ നീതു വെള്ളം കയറാൻ തുടങ്ങിയ സമയത്ത് ഹോസ്പിറ്റലിലേക്ക് വിളിച്ചപ്പോഴേക്കും അവിടെ തന്നെ ജോലി ചെയ്യുന്ന വേറൊരു ജീവനക്കാരായിരുന്നു ആ ഫോൺ കോള് അറ്റൻഡ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് നീതുവിൻ്റെ വീട്ടിൻ്റെ ചുറ്റുപാടിലുമുള്ള ഒരു 40-45 പേരെങ്കിലും നീതുവിൻ്റെ വീട്ടിലുണ്ട്. നീതു ഫോണിൽ പറഞ്ഞത് ഞങ്ങളുടെ നാട്ടിൽ ഉരുൾപൊട്ടി, ഞങ്ങളിപ്പോൾ സേഫാണ്, ആരെങ്കിലും വന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹോസ്പിറ്റൽ ജീവനക്കാരൻ വളരെ കൂളായിട്ടും ഡോൺ കെയർ ആയിട്ടും ഒക്കെയാണ് ആ സമയം ഇരിക്കുന്നത്. അപ്പം ഞങ്ങൾ വരാം എന്നൊക്കെ പറയുന്നുമുണ്ട്. പിന്നെയും നീതു അതേ ഹോസ്പിറ്റലിൽ വിളിച്ചു. അന്നേരം ഫോൺ എടുത്തത് ആ ഹോസ്പിറ്റലിൻ്റെ മാനേജിങ് ഡയറക്ടറായിരുന്നു. അപ്പോൾ നീതു പറഞ്ഞത് രണ്ടാമതും ഇവിടെ ഉരുൾപൊട്ടി, ഞങ്ങൾ എല്ലാവരും ഒളിച്ചു പോകും, ആരെങ്കിലും പെട്ടെന്ന് വരൂ എന്ന് പറയുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ച് വിളിച്ചപ്പോഴേക്കും ഒരു പക്ഷേ നീതു ഒളിച്ചു പോയിരുന്നിരിക്കാം. ആദ്യം ഉരുൾപൊട്ടിയപ്പോൾ നീതുവിൻ്റെ വീട് സേഫ് ആണെന്ന് കരുതി. പക്ഷേ കണക്കുകൂട്ടലുകൾ ഒക്കെ തെറ്റി രണ്ടാമതും ഉരുൾപൊട്ടൽ വന്നു. നീതു സംസാരിച്ച ഫോൺ ക്ലിപ്പ് വന്നിട്ട് ആ ക്ലിപ്പിംഗ് കേൾക്കാത്തവർക്കായിട്ട് അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ. പിന്നെ വന്നത് വളരെ വിഷമകരമായിട്ടുള്ളൊരു വാർത്തയാണ്. നീതുവിൻ്റെ ഡെഡ് ബോഡി ഇന്നലെ കണ്ടുകിട്ടി. ഇടവകയിൽ കൊണ്ടുപോയിട്ട് സംസ്കരിച്ചു. അവിടെ വലിയൊരു ജനക്കൂട്ടം തന്നെ ആ പള്ളിയിൽ ഉണ്ടായിരുന്നു. പള്ളിയിലെ അച്ഛൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആളുകൾ പറയുന്നത് ആ ജീവനക്കാരനെയാണ് എല്ലാവരും പ്രധാനമായിട്ടും പഴിക്കുന്നത്. അതിനു മുമ്പ് നമ്മൾ അച്ഛൻ്റെ കുറേ വാചകങ്ങളുടെ വീഡിയോ ക്ലിപ്പിംഗ് കേട്ടിട്ട് തിരിച്ചു വരാം. 9 പേരാണ് മരണപ്പെട്ടത് ഈ ഉരുൾപൊട്ടലിൽ. അതിൽ 8 പേര് ഇടവകാംഗങ്ങളാണ്. ഒരാൾ പാലക്കാട് നിന്ന് ബന്ധുവീട്ടിൽ വന്ന് ആ കുട്ടിയും ഈ ഒരു ദാരുണമായിട്ടുള്ള സംഭവത്തിൽ പെട്ടുപോയി. നമുക്കിപ്പോൾ ഇന്നലെ വരെ നമ്മൾ 6 പേരെയാണ് അടക്കിയത്. ഇന്നിപ്പോൾ ഒരു ബോഡി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ അടക്കം നടത്തും. ഇനി നമുക്ക് 2 പേരെയും കൂടി തിരിച്ചറിയാനായിട്ടുണ്ട് എന്ന്. ഈ ബോഡി കിട്ടിയത് ഇപ്പോൾ നമുക്ക് കിട്ടിയത് വരവുകാലായിൽ നീതു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വീട്ടമ്മയാണ്. 30 വയസ്സാണ് പ്രായം. അവർ ഈ ഒരു സമയത്ത് വിളിച്ചപ്പോഴെല്ലാം അവർ സേഫാണ് എന്നാണ് 4 മണി വരെ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വീട്ടിലാണ് 10-40ഓളം പേര് അയൽവാസികളെല്ലാം ഒത്തുകൂടിയിട്ടാണ് അവരവിടെ ഇരുന്നത്. അവരങ്ങനെ ഇരിക്കുന്ന സമയത്തുമാണ് പോലും വീണ്ടും ഉരുൾപൊട്ടി അവരെല്ലാവരും വലിയ ഭീതിയിലായിരുന്നപ്പോഴാണ് നീതു ഹസ്ബൻഡായ ജോജോയുടെ കയ്യിൽ നിന്ന് വിട്ട് വെള്ളത്തിലേക്ക് പോവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായിട്ടുള്ളത്. ജോജോ നമ്മുടെ പള്ളിയുടെ സെക്രട്ടറിയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അതായത് 14 പേരോളം ഒരു വീട്ടിൽ സുരക്ഷിതമായിട്ട് ഇവരെന്നെ കയറ്റി നിർത്തിയായിരുന്നു. എല്ലാവരും ഇവരുടെ വീട്ടിലേക്കാണ് അഭയമായിട്ട് കടന്നു വന്നത്. പക്ഷേ അത് വീണ്ടും അപകടത്തിന്റെ വലിയൊരു അവസ്ഥയായിരുന്നു. രാത്രി ആയതുകൊണ്ടും ഇരുട്ടായതുകൊണ്ടും തിരിച്ചറിയാൻ ഒന്നും പറ്റിയിട്ടില്ല. ബാക്കി 40 പേർക്കൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നു. അതിൽ 1-2 പേര് വീണ്ടും മരിച്ചു പോയിട്ടുണ്ട്. ബാക്കി കുറെ പേര് ഹോസ്പിറ്റൽ ജീവനക്കാരനെതിരെ ആളുകൾ ധാരാളം പ്രതികരിക്കുന്നവരുണ്ട്. കാരണം ഇത്ര പാനിക്കായിട്ടുള്ളൊരു ഫോൺ സംഭാഷണം കേട്ടിട്ട് പോലും പുള്ളിക്കാരൻ അതൊന്നും അത്ര കാര്യമാക്കി എടുക്കാതെ വളരെയധികം കൂളായിട്ട് ഇരുന്നു എന്നുള്ളതാണ്. പക്ഷെ സാധാരണ പെട്ടെന്ന് ഓർക്കാപ്പുറത്ത് നടന്നൊരു സംഭവമായിരുന്നു. അതും നീതു പെട്ടെന്ന് വിളിച്ചപ്പോഴേക്കും ഈ എടുത്ത ജീവനക്കാരനെ എങ്ങനെ പ്രതികരിക്കണമെന്നോ എന്ത് ചെയ്യണമെന്നോ ഒരു പക്ഷേ യാതൊരു പിടിയും കിട്ടിക്കാണില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു സിറ്റുവേഷനിൽ പുള്ളി ആയിപ്പോയി കാണും. കാരണം ഇങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ ഒരു പക്ഷേ ആ പുള്ളിയും ആദ്യമായിട്ടായിരിക്കും ഫേസ് ചെയ്യുന്നത്. പക്ഷെ എന്ത് തന്നെയായാലും നീതു ഇന്ന് നമ്മളുടെ ഇടയിൽ ഇല്ല എന്നുള്ള വളരെ വിഷമകരമായിട്ടുള്ളൊരു വാർത്ത അത് ഷെയർ ചെയ്യേണ്ടി വരുന്നതിൽ വളരെയധികം ദുഃഖമുണ്ട്. ഇനിയും ഇങ്ങനെയുള്ള
ഭീകരമായിട്ടുള്ള സംഭവങ്ങളൊന്നും നടക്കാതിരിക്കട്ടെ, ആർക്കും ഒരു ആപത്തും കൂടാതെ ഇനി ഉള്ള കാലം മുമ്പോട്ട് പോകട്ടെ എന്നുള്ള പ്രാർത്ഥനയുമായിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു.